ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡും ഗോഷ്യൻ എലിമിനേഷൻ മെത്തേഡുമാണ്. അപ്പോൾ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡിൽ ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് പ്രോബ്ലം. സോൾവ് ബൈ ഗോസ് ജോർദാൻ എലിമിനേഷൻ ദ ലീനിയർ സിസ്റ്റം ഗിവൺ ബൈ 1. അതായത് ഈ ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡായ കാരണം ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലേക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് ആണ് കിട്ടുക. ദെൻ അപ്പം നമ്മൾ നെക്സ്റ്റ് എഴുതുന്നത് ഈ ഒരു ലീനിയർ സിസ്റ്റം നമ്മളിവിടെ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പകരം നമ്മൾ നെക്സ്റ്റ് ഈ കറസ്പോണ്ടിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് മാറ്റി എഴുതുകയാണ്. അതായത് നമുക്കറിയാം ഈ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലീനിയർ സിസ്റ്റത്തിലെ x1ൻ്റെ കോയിഫിഷ്യൻസ് ആയിരുന്നു. സെക്കൻഡ് കോളം x2ൻ്റെ കോയിഫിഷ്യൻസ്, തേർഡ് കോളം x3 ആൻഡ് സോ ഓൺ. ദെൻ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് ടേംസിൻ്റെ കറസ്പോണ്ടിങ് കോളമാണ്. അപ്പോൾ ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ ഫസ്റ്റ് കോളം എന്താണ്? x1ൻ്റെ കോയിഫിഷ്യൻറ്റ്, സെക്കൻഡ് കോളം x2, ദെൻ x1 x3, ദെൻ x4, ദെൻ x5 അൺനോൺസ് ആണ്, ദെൻ x1 to x6 ആണ് നമ്മുടെ അൺനോൺസ് വരുന്നത്. ദെൻ ലാസ്റ്റ് കോളം എന്താണ്? കോൺസ്റ്റൻസിനെയാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ അതേപോലെ ഈ റെഡ്യൂസ്ഡ് സിസ്റ്റം എഴുതുകയാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ റെഡ്യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിലേക്ക് എഴുതുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻസ് വരിക? ഇവിടെ കോയിഫിഷ്യൻസ് ഫസ്റ്റ് ഇക്വേഷനാണ് ഫസ്റ്റ് റോയിനെ കറസ്പോണ്ട് ചെയ്യണത്. ദെൻ ആ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ 1x1 പ്ലസ് 3x2 പ്ലസ് 0x3 പ്ലസ് 4x4 പ്ലസ് 2x5 ഈക്വൽ ടു പ്ലസ് 0x6 ഈക്വൽ ടു 0 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെ കിട്ടും? x1 പ്ലസ്, അതായത് ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ, ഈ x1 എന്നുള്ള കോയിഫിഷ്യൻറ്റ്, x1ൻ്റെ കോയിഫിഷ്യൻറ്റ് 1 എടുക്കുക, x2ൻ്റെ കോയിഫിഷ്യൻറ്റ് 3 എടുക്കുക, x3യുടെ കോയിഫിഷ്യൻറ്റ് 0, x4 4, x5ൻ്റെ കോയിഫിഷ്യൻറ്റ് 2, x6ൻ്റെ കോയിഫിഷ്യൻറ്റ് 0. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുക, കോൺസ്റ്റൻറ്റ് എന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായി മാറി? റെഡ്യൂസ് ചെയ്തിട്ട് x1 പ്ലസ് 3x2 പ്ലസ് 4x4 പ്ലസ് 2x5 ഈക്വൽ ടു 0 എന്നായി മാറി. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സെക്കൻഡ് റോ കൺസിഡർ ചെയ്യണം. സെക്കൻഡ് റോയിൽ x1ൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. x2ൻ്റെ കോയിഫിഷ്യൻറ്റും 0 ആണ്. ദെൻ x3ക്ക് കോയിഫിഷ്യൻറ്റ് 1 വരുന്നുണ്ട്. അപ്പോൾ x3 പ്ലസ് x4ൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ 2x4. ദെൻ x5ൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആണ്. ദെൻ x6ൻ്റെ കോയിഫിഷ്യൻറ്റും 0 ആണ്. അപ്പോൾ 2x4 ഈക്വൽ ടു എന്ത് വരും? കോൺസ്റ്റൻറ്റ് ടേം 0 എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് എഴുതാം. ദെൻ തേർഡ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ x1 x2 x3 x4 x5നൊക്കെ കോയിഫിഷ്യൻറ്റ് 0 ആണ്. x6ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് 1 വരുന്നത്. അപ്പോൾ x6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/3 എന്ന് കിട്ടും തേർഡ് ഇക്വേഷൻ. ദെൻ ഫോർത്ത് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്ത് വൺ നമുക്ക് ഇക്വേഷൻ എഴുതാനില്ല. ഫോർത്ത് വൺ മൊത്തം കോയിഫിഷ്യൻസ് എന്താണ്? x1 മുതൽ x6 വരെ എല്ലാത്തിൻ്റെയും കോയിഫിഷ്യൻ്റ് എന്താണ്? 0 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അതായത് 0x1 പ്ലസ്, അത് ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനുമാണ്. എന്തുകൊണ്ടാണ്? 0 റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 കിട്ടും, അതേമാതിരി ലെഫ്റ്റ് സൈഡും 0 ആവും. അപ്പോൾ 0 ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് വരിക. അപ്പോൾ അത് ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട്. അതേമാതിരി എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 1ൻ്റെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതായത് നമുക്കിവിടെ ഓൾറെഡി x6 നമുക്ക് കിട്ടിയിട്ടുണ്ട്. x6ൻ്റെ വാല്യൂ എന്താണ്? 1/3 ആണ്. ഇനി x1 ആൻഡ് x3 അത് നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതായത് ആദ്യം ഇവിടെ ഈ ഒരു റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലെ ലീഡിങ് വൺസ് കൺസിഡർ ചെയ്യുക. ലീഡിങ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എൻട്രീസ് ആണ് ലീഡിങ് വൺസ് വരുന്നത്. ദെൻ ഈ 1 വരുന്നത് കറസ്പോണ്ടിങ് ടു ആദ്യത്തെ ഈ ഒരു 1 എന്ന് നോക്കുകയാണെങ്കിൽ അത് x1നാണ്. ദെൻ നെക്സ്റ്റ് x2ൻ്റെ കോളത്തിൽ ലീഡിങ് 1 വന്നിട്ടില്ല, x3യുടെ കോളത്തിലാണ് ലീഡിങ് 1 വന്നത്. ദെൻ x4 ആൻഡ് x5ൻ്റെ കോളത്തിൽ എന്ത് വന്നിട്ടില്ല? ലീഡിങ് 1 വന്നിട്ടില്ല. x6ന് ലീഡിങ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ലീഡിങ് 1 വന്നിട്ടുള്ള കറസ്പോണ്ടിങ് വാരിയബിളിനെ നമ്മൾ എന്ത് പറയും? കറസ്പോണ്ടിങ് വാരിയബിൾസിന് നമ്മൾ ലീഡിങ് വാരിയബിൾസ് എന്ന് പറയും.
അപ്പോൾ ഇവിടെ ലീഡിങ് വാരിയബിൾസ് വരുന്നത് x1 x3 x6 ആണ്. ദെൻ ഈ ലീഡിങ് വാരിയബിൾസ് അല്ലാത്ത വാരിയബിൾസിനെ നമ്മൾ ഫ്രീ വാരിയബിൾസ് എന്ന് പറയും. ഫ്രീ വാരിയബിൾസ് വരുന്നത് x2 x4 x5 ഈ 3 വാരിയബിൾസാണ് ഫ്രീ വാരിയബിൾസ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലീഡിങ് വാരിയബിൾസിനെ ഇൻ ടേംസ് ഓഫ് ഫ്രീ വാരിയബിൾസ് എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻസിൽ നിന്ന് ലീഡിങ് വാരിയബിൾസ് x1 x3 x6നെ റെപ്രസെൻറ്റ് ചെയ്യാം. x6 എന്നുള്ളത് 1/3 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ദെൻ x1 ആൻഡ് x3നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഫ്രീ വാരിയബിൾസ് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ x1 എന്തായിരിക്കും വരിക? x1 എന്ന് പറയുന്നത് -3x2 -4x4 -2x5 ഈ ഒരു ഇക്വേഷനിൽ നിന്ന് x1 കണ്ടുപിടിക്കാം. അതേമാതിരി നെക്സ്റ്റ് ഇക്വേഷനിൽ നിന്ന് x3 കണ്ടുപിടിക്കാം. x3 ഈസ് ഈക്വൽ ടു -2x4 ദെൻ x6 ഈസ് 1/3. ദെൻ നെക്സ്റ്റ് ഫ്രീ വാരിയബിൾസ് x2 x4 x5 ഉണ്ട്. ഈ 3 വാരിയബിൾസിന് നമുക്ക് ആർബിട്രറി ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യാം. അതായത് x2വിന് നമ്മൾ r എന്ന് ചൂസ് ചെയ്തു, x4ന് നമുക്ക് s എന്ന് ചൂസ് ചെയ്യാം, x5ന് t എന്ന് ചൂസ് ചെയ്യാം. r s t എന്നുള്ളത് ആർബിട്രറി വാല്യൂസ് ആണ്, പാരാമീറ്റേഴ്സ് ആണ്. ദെൻ x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 എന്ന് പറയുന്നത് -3x2 എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്, r എന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ -3r -4x4 എന്ന് പറഞ്ഞാൽ -4s -2x5 ദാറ്റ് ഈസ് -2t. അപ്പോൾ x1 എന്ന് പറയുന്നത് -3r -4s -2t എന്ന് കിട്ടും. x3 എന്ന് പറയുന്നത് എന്താണ്? -2x4 ആണ്. x4 നമ്മൾ s ചൂസ് ചെയ്ത കാരണം x3 ഈസ് -2s. ദെൻ x6 എന്താണ്? 1/3. ഇതാണ് സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത് x1 ഈസ് -3r -4s -2t, x2 ഈസ് r, x3 ഈസ് -2s, x4 ഈസ് s, x5 ഈസ് t, x6 ഈസ് 1/3. അതായത് ഇവിടെ നമ്മൾ ഫ്രീ വാരിയബിൾസിനെ ആർബിട്രറി പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യാം. ദെൻ ലീഡിങ് വാരിയബിൾസിനെ ഇൻ ടേംസ് ഓഫ് ഫ്രീ പാരാമീറ്റേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ലീഡിങ് വാരിയബിൾസ് ഇൻ ടേംസ് ഓഫ് പാരാമീറ്റേഴ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു സൊല്യൂഷൻ സിസ്റ്റത്തിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. ഇവിടെ നമുക്ക് പാരാമീറ്റേഴ്സ് ആർ എസ് ടി അത് 3 നമ്മുടെ പാരാമീറ്റേഴ്സ് ഇവിടെ ഉള്ളത്. ഈ ആർ എസ് ടിക്ക് ആർബിട്രറി വാല്യൂസ് ചൂസ് ചെയ്യുമ്പോൾ ആർ എസ് ടിക്ക് ഓരോ വാല്യൂസ് ചൂസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആർ ഈക്വൽ ടു 0, എസ് ഇസ് ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 1 ഏത് വാല്യൂ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഓരോ സൊല്യൂഷൻസ് കിട്ടും. അതായത് x1 x3 ഒക്കെ മാറി വരും. ഈ പാരാമീറ്റർ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സൊല്യൂഷൻസ് കിട്ടും. അതായത് ഓരോ പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇഫ് എ ലീനിയർ സിസ്റ്റം ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ദെൻ എ സെറ്റ് ഓഫ് പാരാമെട്രിക് ഇക്വേഷൻസ് from which all solutions can be obtained by assigning numerical values to the parameters is called a general solution of the system. അതായത് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ സൊല്യൂഷന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് സിസ്റ്റം ആണ്. Next question, using Gauss Jordan elimination solve the homogeneous system x1 plus 3x2 minus 2x3 plus 2x5 equal to 0, 2x1 plus 6x2 minus 5x3 minus 2x4 plus 4x5 minus 3x6 equal to 0, 5x3 plus 10x4 plus 15x6 equal to 0, 2x1 plus 6x2 plus 8x4 plus 4x5 plus 18x6 equal to 0. ഇത് ഹോമോജീനിയസ് സിസ്റ്റമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോമോജീനിയസ് സിസ്റ്റത്തിന് എല്ലായ്പ്പോഴും സൊല്യൂഷൻ ഉണ്ടായിരിക്കും, ട്രിവിയൽ സൊല്യൂഷൻ ഇല്ലാത്ത കേസ് വരില്ല. ചില കേസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ജനറൽ സിസ്റ്റത്തിൻ്റെ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ പാരാമീറ്റർ ഇൻവോൾവ് ചെയ്യണ സൊല്യൂഷൻ ആണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ, അതായത് 0 0 0 എന്നുള്ളത് ഇവിടെ എന്തായാലും സൊല്യൂഷൻ ആയിരിക്കും. അത് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ എങ്കിൽ എന്താണ്? അവിടെ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് x1ൻ്റെ, അതായത് ഈ സിസ്റ്റത്തിൽ
സിമ്പിൾസ് പ്ലസ് മൈനസ് അല്ലെങ്കിൽ ആ സിമ്പിൾസും ഇക്വാലിറ്റി സിമ്പിളും കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ദെൻ അപ്പോൾ കറസ്പോണ്ടിങ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. നമുക്കിങ്ങനെ മെട്രിക്സ് കിട്ടും. അതായത് ഫസ്റ്റ് കോളം എന്നുള്ളത് x1ൻ്റെ കോയിഫിഷ്യൻസ്, സെക്കൻഡ് കോളം x2ൻ്റെ കോയിഫിഷ്യൻസ്, തേർഡ് കോളം x3യുടെ കോയിഫിഷ്യൻസ്, ദെൻ ഫോർത്ത് കോളം x4ൻ്റെ കോയിഫിഷ്യൻസ്, ദെൻ ഫിഫ്ത്ത് കോളം x5ൻ്റെ കോയിഫിഷ്യൻസ്, സിക്സ്ത് കോളം x6ൻ്റെ കോയിഫിഷ്യൻസ്. x1 മുതൽ x6 ആണ് ഇവിടുത്തെ വാരിയബിൾസ് അൺനോൺസ് വരുന്നത്. ദെൻ ലാസ്റ്റ് കോളം സിസ്റ്റത്തിലെ കോൺസ്റ്റൻറ്റ് ടേംസ് ആണ് വരിക. ദെൻ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ റെഡ്യൂസ്ഡ് റോ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡിലാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ എഴുതണം. ദെൻ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഈ ഒരു മെട്രിക്സ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ സിസ്റ്റത്തിനെ ഒന്നും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റമാക്കി മാറ്റുകയാണ് ഈ ഒരു റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈക്വേഷൻസ് വരിക? ഇതേമാതിരി തന്നെ കറസ്പോണ്ടിങ് കോളംസ്, ഫസ്റ്റ് കോളം x1ൻ്റെ കോളമാണ്, സെക്കൻഡ് കോളം x2ൻ്റെ, തേർഡ് കോളം x3, ദെൻ ഫോർത്ത് കോളം x4, ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് കോളം x5ൻ്റെ, ദെൻ സിക്സ്ത് കോളം x6ൻ്റെ കോളം, ദെൻ ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് ടേംസിൻ്റെ കോളം. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ഈക്വേഷൻ, ഫസ്റ്റ് ഈക്വേഷൻ എന്തായിരിക്കും വരിക? x1ൻ്റെ കോയിഫിഷ്യൻ 1, അപ്പോൾ x1, x2ൻ്റെ കോയിഫിഷ്യൻ 3, അപ്പോൾ പ്ലസ് 3x2 പ്ലസ് x3യുടെ കോയിഫിഷ്യൻറ്റ് 0 ആണ്, അപ്പോൾ 4x4 പ്ലസ് 2x5 ഈക്വൽ ടു 0. ദെൻ സെക്കൻഡ് ഈക്വേഷൻ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ സെക്കൻഡ് റോ കൺസിഡർ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അവിടെ x1 x2ൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആണ്, അപ്പോൾ സ്റ്റാർട്ടിങ് x3 ആണ്, x3 പ്ലസ് 2x4 ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ നെക്സ്റ്റ് തേർഡ് കോളം കൺസിഡർ ചെയ്യുമ്പോൾ തേർഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ x6ന് മാത്രമേ നോൺ സീറോ കോയിഫിഷ്യൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ x6 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? കോൺസ്റ്റൻറ്റ് 0 എന്ന് കിട്ടും. ദെൻ ഈ 3 ഇക്വേഷൻസ് ആണ് ഈ സിസ്റ്റം 1 റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് റോ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് റോ ഫോർത്ത് ഇക്വേഷൻ മാറിയിട്ട് 0x1 പ്ലസ് 0x2 പ്ലസ് എക്സെട്ര പ്ലസ് 0x6 ഈക്വൽ ടു 0, അതായത് 0 ഈക്വൽ ടു 0 അത് ഓൾവേസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അത് കാരണം ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഈക്വൽ ടു 0 അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കോൺട്രഡിക്ഷനാണ് വരണമെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എന്നായിരിക്കും വരിക. ഇത് ഹോമോജീനിയസ് സിസ്റ്റമാണ്, അപ്പോൾ അങ്ങനെ ഒരു കേസ് എന്തായാലും വരില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ലീഡിങ് കോയിഫിഷ്യൻസ് ലീഡിങ് വൺസ് കണ്ടുപിടിക്കുക. ലീഡിങ് വൺസ് എന്ന് പറയുന്നത് x1ൻ്റെ കോളത്തിൽ ലീഡിങ് 1 വരുന്നുണ്ട്, ദെൻ x3യുടെ കോളത്തിലും ലീഡിങ് 1 വരുന്നുണ്ട്, ലാസ്റ്റ് x6ൻ്റെ കോളത്തിലും ലീഡിങ് 1 വരുന്നുണ്ട്. അപ്പോൾ x1, x3, x6 ആണ് ലീഡിങ് വാരിയബിൾസ്. ദെൻ ഫ്രീ വാരിയബിൾസ് x2, x4, x5 ആണ്. അപ്പോൾ നമ്മൾ ലീഡിങ് വാരിയബിൾസിനെ ഇൻ ടേംസ് ഓഫ് ഫ്രീ വാരിയബിൾസ് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് -3x2 -4x4 -2x5. ദെൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് x3 എഴുതാം. x3 ഈക്വൽ ടു -2x4. ദെൻ x6 ഈസ് 0. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫ്രീ വാരിയബിൾസിന് ആർബിട്രറി പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യണം. x2 ഇവിടെ 3 വാരിയബിൾസാണ് ഫ്രീ വാരിയബിൾസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ആർബിട്രറി പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ x2ന് R എന്ന് ചൂസ് ചെയ്തു, x4ന് S എന്ന് ചൂസ് ചെയ്തു, x5ന് T എന്ന് ചൂസ് ചെയ്തു. ദെൻ x1, x3, x6 അതായത് x6 ഒരു കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. ദെൻ x1 ആൻഡ് x3നെ ഇൻ ടേംസ് ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. x1 എന്തായിരിക്കും? x1 എന്ന് പറയുന്നത് -3R -4S -2T. ദെൻ x3 എന്ന് പറയുന്നത് -2S ആയിരിക്കും. അതായത് ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഈ പാരാമീറ്റേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന സൊല്യൂഷനാണ്. ഓരോ പാരാമീറ്റർ സെറ്റ് ചൂസ് ചെയ്യുമ്പോഴും, അതായത് R ഈക്വൽ ടു S ഈക്വൽ ടു T ഈക്വൽ ടു 0 ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ 0 0 എന്നുള്ള സൊല്യൂഷൻ, അതായത് x1 0, x2 0, x3 0, x4 0, x5 0, x6 0 ഈ ഒരു സൊല്യൂഷൻ കിട്ടും. ദെൻ RSTക്ക് വേറെ വാല്യൂസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ സൊല്യൂഷൻസ് വേറെ ഓരോ സൊല്യൂഷൻസ് കിട്ടും. അങ്ങനെ ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യണതിനനുസരിച്ച് പാരാമീറ്ററിന് ഏത് വാല്യൂ ചൂസ് ചെയ്യണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടും. ദെൻ
ഈ ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഈ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം, ഗിവൺ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറം പറയുന്നത് ഫ്രീ വേരിയബിൾ തിയറം ഫോർ ഹോമോജീനിയസ് സിസ്റ്റംസ്. ഇഫ് എ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഹാസ് n unknowns ആൻഡ് ഇഫ് the reduced row echelon form of its augmented matrix has r non-zero rows, then the system has n minus r free variables. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് n unknowns 6 ആയിരുന്നു, നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 6 ആയിരുന്നു. ദെൻ ഇതിൻ്റെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ നോൺ സീറോ റോസ്, അതാണ് നമ്മൾ ആർ വെച്ച് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നോൺ സീറോ റോസ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്, നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 3 ആണ്. ലാസ്റ്റ് റോ ഇവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അതായത് ആർ എന്ന് പറയുന്നത് 3 ആണ്. n ആണ് നമ്പർ ഓഫ് അൺനോൺസ്, n ഈക്വൽ ടു 6 ആൻഡ് r ഈക്വൽ ടു 3. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ വാരിയബിൾസ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, n മൈനസ് r ആയിരിക്കും. അതായത് 6 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് ഫ്രീ വാരിയബിൾസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഫ്രീ വാരിയബിൾസ് ഉണ്ടായിരുന്നത് 3 എണ്ണമായിരുന്നു. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു x2, x4, xy 3 വാരിയബിൾസാണ് ഇവിടെ ഫ്രീ വാരിയബിൾസ് വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ തിയറം പറയുന്നത്. ഇഫ് എ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഹാസ് n unknowns ആൻഡ് ഇഫ് ദ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ഓഫ് ഇറ്റ്സ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഹാസ് r നോൺ സീറോ റോസ്, ദെൻ സിസ്റ്റം ഹാസ് n മൈനസ് r ഫ്രീ വാരിയബിൾസ്. ദെൻ നെക്സ്റ്റ് തിയറം, a homogeneous linear system with more unknowns than equations has infinitely many solutions. നമ്മളിവിടെ n മൈനസ് ആർ ഫ്രീ വാരിയബിൾസ് വരികയാണെങ്കിൽ ആ ഫ്രീ വാരിയബിൾസിനെയൊക്കെ പാരാമീറ്റേഴ്സ് ആയിട്ടാണ് ചൂസ് ചെയ്തിരുന്നത്. പാരാമീറ്റർ വരികയാണെങ്കിൽ അവിടെ എത്ര സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ n മൈനസ് ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ എന്താണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരും. അപ്പോൾ n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ r ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്, അതായത് നമ്പർ ഓഫ് നോൺ സീറോ റോസിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടാണ് n വന്നതെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ദെൻ ഈ തിയറത്തിൽ പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസ് ഈസ് മോർ ദാൻ നമ്പർ ഓഫ് ഈക്വേഷൻസ് ആവുന്ന കേസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് n വെച്ച് ഡിനോട്ട് ചെയ്തിരുന്നു. ദെൻ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഈക്വേഷൻസ്. ദെൻ നമ്പർ ഓഫ് ഈക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യണത്, ഈക്വേഷൻസിന് ഓരോ ഈക്വേഷനും മെട്രിക്സിൽ ഓരോ റോസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഈക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, മെട്രിക്സിലത്തെ നമ്പർ ഓഫ് റോസ് ആണ്. ദെൻ നോൺ സീറോ റോസ് ആണ് ആർ വെച്ച് ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് റോസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് റോസ് ഗ്രേറ്റർ ദാൻ ആർ ആയിരിക്കും. അപ്പോൾ എന്തായാലും n ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഈക്വേഷൻസ് ആണെങ്കിൽ n ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, r ആയിരിക്കും. n ഗ്രേറ്റർ ദാൻ r, അതായത് n നമ്പർ ഓഫ് അൺനോൺസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബൈ ദിസ് തിയറം ദർ ആർ പാരാമീറ്റേഴ്സ്, സോ ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ അങ്ങനെയാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ് വരുന്നത് കേട്ടോ.